അതേപോലെ തന്നെ ഈ നാട്ടില് ആരാ CPIM-ന്റെ ലോക്കൽ സെക്രട്ടറി STPI-ക്കാരൻ പുതിയ കണ്ടുപിടുത്തമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, കേവലം ഒരു STPI-ക്കാരന്റെ മുമ്പിലല്ലേ നിങ്ങളെ ബിലാൽ ആകെ ബലാലായി മാറിയത്? ഒരു STPI-ക്കാരന്റെ മുന്നിൽ നിങ്ങളുടെ എല്ലാമായ മനുഷ്യൻ സാഷ്ടാംഗം വീണുപോയില്ലേ? 11 സീറ്റിൽ നിന്ന് ഈ മണ്ണാർക്കാട്ട് മുനിസിപ്പാലിറ്റി 12 സീറ്റിലേക്ക് പോയത്, തെങ്കര നിലനിർത്തിയത്, ചരിത്രത്തിൽ ആദ്യമായി 30 കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ മണ്ണാർക്കാട് പിടിച്ചു നിർത്തിയതൊക്കെ ആരുടെ എഫക്റ്റ് ആണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏത് എഫക്റ്റ്? നിങ്ങൾ മത്സരിച്ച 10 ആളുടെ വോട്ട് കൂട്ടിയാൽ, ഈ ജനകീയ മതേതര മുന്നണി മത്സരിച്ച് ഈ പറയുന്ന ആളുകൾക്ക് മുഴുവൻ കിട്ടിയ വോട്ട് കൂട്ടിയാലും 6ാം വാർഡിലെ സ്മിതയുടെ ഭൂരിപക്ഷത്തിലൊക്കെ ഞങ്ങൾ പകരം ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ എതിർക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ അനശ്വരനായ രക്തസാക്ഷിയുടെ രക്തം വീഴ്ത്തിയവരോട്, വീഴ്ത്തിയ രക്തത്തിന് കണക്ക് പറഞ്ഞ് കറൻസി എണ്ണി വാങ്ങിയവരോട് പകരം ഞങ്ങൾ ചോദിക്കും. നൂറ്റാണ്ടല്ല, കാലം എത്ര കഴിഞ്ഞാലും, കാലം മാപ്പ് കൊടുത്താലും കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് മാപ്പ് കൊടുക്കില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതലൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇപ്പോഴും വർഗശത്രുവിന്റെ വടിവാളുകളുടെ മൂർച്ച നോക്കി നടക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറിയെ നിങ്ങൾക്ക് വേണം പോലും, അല്ലേ? ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി അയിലക്കര മുഹമ്മദ് അലി 2 കാലിൽ ഇവിടെ നടക്കുന്നത് അയാളുടെ മാത്രം കരുത്തിലല്ല, അത് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ കരുത്തിലാണ് ഒന്ന് ഓർക്കാം. പിന്നെ വെല്ലുവിളിച്ചവരോട് ഞങ്ങൾ പറയുന്നു, സ്ഥലം പറ, സമയം പറ. അയിലക്കര മുഹമ്മദ് അലിയെ, കളത്തിൽ മൻസൂറിനെ, CPIM-ന്റെ ലോക്കൽ സെക്രട്ടറിമാരെ നിങ്ങൾ പറയുന്നിടത്ത് പറയുന്ന സമയത്ത് ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. മണ്ണിൽ കുത്തിയാലും വാക്കുപാലിക്കും. CH സെന്ററിൽ നിന്ന്, മാരാർജി ഭവനിൽ നിന്ന്, ഇന്ദിരാ ഭവനിൽ നിന്ന് വരുന്ന സ്കഡ് മിസൈലുകൾ തടുക്കാനുള്ള അയൺഡോമുമായിരിക്കുന്ന ഞങ്ങളുടെ അടുത്താണ് കുലിക്കിലിയാട്ടിത്ത എലിവാണം കൊണ്ട് നിങ്ങൾ വരുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ പാർട്ടി, ഈ മുന്നണി ഈ നാട്ടിൽ നിങ്ങളെ ആലോചിച്ചു നോക്കണം. ഈ നാട് മുഴുവൻ അലയടിച്ചു വന്ന സുനാമി തിര പോലെ അലയടിച്ചു വന്ന ഇടതുവിരുദ്ധ തരംഗത്തെ കോട്ടകെട്ടി തടുത്തിട്ടാണ് ഞങ്ങൾ ഈ പഞ്ചായത്തിലേക്ക് അങ്ങനെ വെറുതെ വന്നവരല്ല, ഈ നാടിനെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, 2 ലോക്കൽ സെക്രട്ടറിമാരോടും മുടിയൊന്ന് നീട്ടി വളർത്താൻ ഞങ്ങൾ പറയുന്നുണ്ട്. എന്തിനാന്ന് മനസ്സിലായല്ലോ? 2 ലോക്കൽ സെക്രട്ടറിമാരും മുടി നീട്ടി വളർത്തും. ആർക്ക്? ജനകീയ മതേതര മുന്നണിയുടെ ആളുകൾക്ക് ബാർബർ ഷോപ്പ് നടത്തി ഞങ്ങളുടെ സഖാക്കളോടുള്ള പക തീർക്കാനുള്ള സംവിധാനം. അതേതെങ്കിലും ഒരു തൊഴിൽ ആക്ഷേപിക്കല്ലോ, അങ്ങനെ കരുതണ്ട. ചാനല്ലോ, കയ്യും കാലും തലയൊക്കെ വെട്ടാൻ ആഗ്രഹമുള്ളവർക്ക് മുടിയെങ്കിലും വെട്ടി സമാധാനിക്കാനോ എന്ന് കരുതിയിട്ടാണത്. മനസ്സിലാക്കിക്കോ. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചു വന്നവരാണ് ഞങ്ങളൊക്കെ. എല്ലാ വെല്ലുവിളികളെയും, സകല വെല്ലുവിളികളെയും അതിജീവിച്ചു വന്നവരാണ്. അരിയൂരിൽ അബ്ദുൽ ഗഫൂറിന് നഷ്ടപ്പെട്ടതിന്റെ മുകളിലൊന്നും നഷ്ടപ്പെടാൻ ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുമില്ല എന്ന് നല്ല ബോധ്യമുള്ളവരാണ് ഞങ്ങള്. അതേപോലെ തന്നെ ഈ നാട്ടില് ആരാ? CPIM-ന്റെ ലോക്കൽ സെക്രട്ടറി STPI-ക്കാരൻ പുതിയ കണ്ടുപിടുത്തമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, കേവലം ഒരു STPI-ക്കാരന്റെ മുമ്പിലല്ലേ നിങ്ങളെ ബിലാൽ ആകെ ബലാലായി മാറിയത്? ഒരു STPI-ക്കാരന്റെ മുന്നിൽ നിങ്ങളുടെ എല്ലാമായ മനുഷ്യൻ സാഷ്ടാംഗം വീണുപോയില്ലേ? 11 സീറ്റിൽ നിന്ന് ഈ മണ്ണാർക്കാട്ട് മുനിസിപ്പാലിറ്റി 12 സീറ്റിലേക്ക് പോയത്, തെങ്കര നിലനിർത്തിയത്, ചരിത്രത്തിൽ ആദ്യമായി 30 കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ മണ്ണാർക്കാട് പിടിച്ചു നിർത്തിയതൊക്കെ ആരുടെ എഫക്റ്റ് ആണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏത് എഫക്റ്റ്? നിങ്ങൾ മത്സരിച്ച 10 ആളുടെ വോട്ട് കൂട്ടിയാൽ, ഈ ജനകീയ മതേതര മുന്നണി മത്സരിച്ച് ഈ പറയുന്ന ആളുകൾക്ക് മുഴുവൻ കിട്ടിയ വോട്ട് കൂട്ടിയാലും 6ാം വാർഡിലെ സ്മിതയുടെ ഭൂരിപക്ഷത്തിലൊക്കെ നിങ്ങളുടെ 10 സ്ഥാനാർത്ഥികൾ ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് മൊത്തം പണം പിരിച്ചിട്ടും, മുസ്ലിം ലീഗിന്റെ ആലയത്തിൽ നിന്ന് വാങ്ങിയ ബിരിയാണി നക്കിയിട്ടും,
UDF-കാരന്റെ പണപ്പെട്ടി കെട്ടിട്ടും നിങ്ങൾ നാട് മുഴുവൻ കുലുക്കി ദിവസവും പത്രസമ്മേളനം നടത്തിയിട്ടും 6-ാം വാർഡിലെ സ്മിതയുടെ അതേപോലെ തന്നെ കുന്നത്തുള്ളിലെ ജംഷീലയ്ക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ വോട്ട് പോലും പിടിക്കാൻ പറ്റാത്തവരാണ്. എന്ത് എഫക്റ്റ് ആണോ, എന്ത് എഫക്ട്? ഞങ്ങളിത് ഒരുപാട് കണ്ടതാണ്. 4 മല കത്തിയിട്ട് ഞങ്ങൾ പഠിച്ചില്ല, പിന്നീട് 2 മൈലാഞ്ചി ചെടി കത്തിയിട്ടെന്ന് ഓർക്കണം. ഞങ്ങളെ വെല്ലുവിളിക്കുന്നവരോട് ഞങ്ങൾ പറയും, ഇതൊന്നും വിജയത്തിന്റെ ഈ പറയുന്ന ആഘോഷത്തിൽ പറയുന്നതല്ല, ആവേശത്തിൽ പറയുന്നതല്ല. നീണ്ട 30 കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചതിന്റെ ഭാഗമായി പറയുകയാണ്, ഏത് വെല്ലുവിളിയെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് കേട്ടോ. ഏത് വെല്ലുവിളിയെയും നേരിടാൻ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വികസനം, ക്ഷേമം, സമാധാനം, ഇതെല്ലാമാണ് ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ കാര്യങ്ങളായിട്ടുള്ളത്. അത് ഞങ്ങൾ നടത്തും. അതിന് വിരുദ്ധമായി വരുന്ന ഏത് ശക്തികളെയും അതേ അർത്ഥത്തിൽ, അതേ രൂപത്തിൽ നേരിടാൻ ഞങ്ങൾക്കറിയാം. ന്യൂട്ടന്റെ 3-ാം ചലന നിയമമുണ്ട്. ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനത്തിനും നേരനുപാതത്തിലും വിപരീത ദിശയിലുമായി ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെ ആരാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരാക്കാൻ വേണ്ടിയിട്ട് ലീഗുകാരെ കൂടാൻ പറഞ്ഞു? CPI-നെ സംരക്ഷിക്കാൻ ലീഗ് ബെസ്റ്റ് പാർട്ടിയാണ്. പേര് സേവ് CPI. 2 കാലിന് വെക്കാൻ വഹിക്കാത്തവർ. ആ സേവ് CPI-ക്കാരോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളിതൊന്നും പറയണമെന്ന് കരുതിയതല്ല, പറയിപ്പിച്ചതാണ്. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളോട് വളരെ മാന്യമായി ഞങ്ങൾ പറയുന്നു, ലീഗിന്റെ ഊരയിൽ നിൽക്കാതെ അവനവന്റെ കാലിൽ നിൽക്കാൻ പഠിക്കണം. അവനവന്റെ കാലിലാണ് നിൽക്കേണ്ടത്, ലീഗിന്റെ ഊരയിലല്ല. നിങ്ങൾ സകലരെയും കൂട്ടിപ്പിടിച്ചു. ഇപ്പൊ എന്താ പരിപാടി? UDF-ന്റെ ഭാഗമായി മത്സരിച്ച ആളുകൾ പോലും ഇവിടെ വേറെ ഏതൊരു സംവിധാനത്തിൻ്റെതാണെന്ന് പറഞ്ഞു വരും. ഒറ്റയ്ക്ക് മത്സരിച്ചവരവിടെ ലീഗിന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾ ആയി മത്സരിച്ചവർ അവരെപ്പോ കൊണ്ടുവരികയാണ്. മറ്റൊരു സിനിമയിൽ കീലേരി വെച്ച് പറഞ്ഞിട്ട് ഞങ്ങളോട് 2 മുട്ടാനുള്ളവർ ആരാണെന്ന് ചോദിച്ച മാതിരിയാണ്. ഇപ്പോ ആ പരിപാടി അവസാനിപ്പിച്ചോളി. സേവ് CPI-ക്കാരോട് ഞങ്ങൾ പറയുന്നു, ഇത് കൊങ്ങശ്ശേരി കൃഷ്ണന്റെ മണ്ണാണ്. ആ സഖാവ് കൊങ്ങശ്ശേരി കൃഷ്ണന്റെ മണ്ണിലൊക്കെ നിങ്ങൾ വെല്ലുവിളിക്കുമ്പോ നിങ്ങളുടെ വെല്ലുവിളി എന്ന് പറയുന്ന സാധനത്തെ, നിങ്ങളുടെ സേവ് ചെയ്യാനുള്ള നിങ്ങളുടെ ത്വരയെ അതിന്റെ ശവപ്പട്ടിയിൽ ആണി അടിച്ചിട്ടാണ് ഇവിടെ ഈ ചുവന്ന കൊടി ഇങ്ങനെ പാറുന്നത് എന്ന് നിങ്ങൾ ഓർത്തോളണം. ഞങ്ങളെ സേവ് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സേവ് ചെയ്യാൻ ലീഗിന്റെ ആലയിൽ നിന്ന് കൊടുത്തുവിടുന്ന ബിരിയാണി പൊതിക്ക് നോട്ടുകെട്ടിന് സാധിക്കില്ല എന്ന് മാത്രം മനസ്സിലാക്കിക്കൊള്ളണം. ഞങ്ങൾ കൂടുതലായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല. ഈ നാട്ടിലെ എല്ലാ മനുഷ്യരോടുമുള്ള അഗൈതവമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. ഈ പാർട്ടി, ഈ പ്രസ്ഥാനം, ഈ മുന്നണി, ഈ കുമരംപുത്തൂരിലെ ജനങ്ങൾക്ക് മുമ്പിൽ എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ വാതായനങ്ങൾ തുറന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നു. ഈ നാടിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.